എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ LSS എക്സാം സ്പെഷ്യൽ ഇമ്പോർട്ടൻറ്റ് GK ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിങ് കറണ്ട് അഫയേഴ്സ്. സോ നമുക്ക് വിത്തൗട്ട് എനി ഡിലേ നമുക്ക് വേഗം തന്നെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നോക്കാം. അറൗണ്ട് 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായി നോക്കാം. സോ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, യുനെസ്കോയുടെ സാഹിത്യ പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോട്. യുനെസ്കോയുടെ സംഗീത നഗര പദവി അടുത്തിടെ നേടിയ ഇന്ത്യയിലെ നഗരം ഏതാണ്? ഗ്വാളിയോർ. കേരളപ്പിറവിയോടനുബന്ധിച്ച് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരാഴ്ച നീണ്ടുകിടക്കുന്ന പരിപാടി ഏതാണ്? കേരളീയം. ഏകദിന ക്രിക്കറ്റിൽ അതിവേഗത്തിൽ 100 വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന കളിക്കാരൻ ആരാണ്? ഷഹീൻ ഷാ അഫ്രീദി. എഴുത്തച്ഛൻ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? SK വസന്തൻ. എന്നോടൊപ്പം നിങ്ങൾക്കിത് കേൾക്കാം, പോസ് ചെയ്യാം, ഒന്നുകൂടെ വായിച്ച് നോക്കാം. ഞാൻ ഒരുമിച്ചിട്ടിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് വേഗം തന്നെ ഒന്ന് കണ്ണോടിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ക്വസ്റ്റിനെ ഒരുമിച്ചിട്ടിട്ടുള്ളത്. സോ പോസ് ചെയ്ത് വായിച്ച് പോകാം. ഒരു 3 തവണയൊക്കെ വായിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കത് എന്തായാലും ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. 2023 ദേശീയ ഗെയിംസിൽ വനിതകളുടെ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം ആരാണ്? ആൻസി സോജൻ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാലയായി മാറുന്നത് ഏത് സർവകലാശാലയാണ്? കേരള കാർഷിക സർവകലാശാല. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ കളിക്കാരൻ ആരാണ്? മുഹമ്മദ് ഷമ്മി. ക്രിക്കറ്റിൽ ആദ്യമായി ടൈംഡ് ഔട്ടായിട്ട് പുറത്തുപോയ കളിക്കാരൻ ആരാണ്? ഏഞ്ചലോ മാത്യൂസ്. അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം ഏതാണ്? മീറ്റ് 21. KP കേശവമേനോൻ സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? വൈശാഖൻ. 2023 നവംബറിൽ ഏത് രാജ്യവുമായാണ് ഇന്ത്യ ബഹിരാകാശ കരാർ ഒപ്പിട്ടത്? മൗറീഷ്യസ്. 2034 ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയാക്കുന്ന രാജ്യമേതാണ്? സൗദി അറേബ്യ. കോളിൻസ് ഡിക്ഷണറി 2023 വാക്കായി തിരഞ്ഞെടുത്തത് ഏത് വാക്കാണ്? AI. മീനിങ് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് എക്സ്പാൻഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. 2023 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? T പത്മനാഭൻ. നിങ്ങൾക്കിപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും 2023 GK ക്വസ്റ്റ്യൻസ്, അതായത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. കേരളവുമായിട്ട് ബന്ധപ്പെട്ടതും കുറച്ച് ഭാരതം കുറച്ച് ലോകം എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ട്. സോ കേരളമാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. അതുകൊണ്ടാണ് കേരളത്തിലെ ക്വസ്റ്റ്യൻസ് ഒരുപാടുള്ളത്. ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും എവിടെ നിന്നായിരിക്കും? കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിരിക്കും. അതിനിടയിൽ നോർമൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. രണ്ടാമത്തെ ഇൻ്റർനാഷണൽ ആയുഷ് കോൺഫറൻസ് വേദി എവിടെയാണ്? ദുബായ്. 2023 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥി ആരായിരുന്നു? അബ്ദൽ ഫത്താഹ് അൽ-സിസി, ഈജിപ്ത് പ്രസിഡന്റ്. 53ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം ബഹുമതി നേടിയ ചിത്രം ഏതാണ്? ഐ ഹാവ് ഇലക്ട്രിക് ഡ്രീംസ്. അതൊരു സ്പാനിഷ് ചിത്രമായിരുന്നു. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായി മാറിയ ആദ്യ വനിതയും മലയാളിയുമായ വ്യക്തി ആരാണ്? PT ഉഷ. ദേശീയ ക്യാൻസർ അവബോധ ദിനം ഏതാണ്? നവംബർ 7. 2023 നവംബറിൽ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ രാജ്യം ഏതാണ്? ആൻസർ ചിലി. 2025 ഏഷ്യൻ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഏതാണ്? ബംഗ്ലാദേശ്. 2023 നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ ഏതാണ്? പ്രളയ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളം. MBBS കോഴ്സുകൾ ഹിന്ദിയിൽ നൽകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ആദ്യത്തേത് ഏതാണ്? മധ്യപ്രദേശ്. 2023 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ഇന്ത്യൻ സംസ്ഥാനം? പഞ്ചാബ്. 2023 ഭരണഭാഷാ പുരസ്കാരത്തിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ജില്ല? മലപ്പുറം. 24ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത്? കളമശ്ശേരി, എറണാകുളം. ഉപേക്ഷിക്കപ്പെട്ട പശുക്കളെ കണ്ടെത്താനും അവയ്ക്ക് ആവശ്യമായ പരിചരണം നൽകാനും ലക്ഷ്യമിട്ടുള്ള പശു സെൻസസ് നടത്താനൊരുങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. അതിവേഗം വളരുന്ന AI സാങ്കേതിക വിദ്യയുടെ അനന്തര ഫലങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ടാക്കിയ ആദ്യത്തെ അന്താരാഷ്ട്ര ഉടമ്പടി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ബ്ലെച്ച്ലി പ്രഖ്യാപനം. ബ്രിട്ടനിലെ ബ്ലെച്ച്ലി പാർക്കിലാണ് AI സുരക്ഷാ ഉച്ചകോടി നടന്നത്. ഇതറിയപ്പെടുന്നത് ബ്ലെച്ച്ലി പ്രഖ്യാപനം എന്നാണ്.
ഏകദിന ലോകകപ്പിലെ മോശം പ്രകടനത്തിന് പിന്നാലെ അടുത്തിടെ ക്രിക്കറ്റ് ബോർഡിനെ പുറത്താക്കിയ സർക്കാർ. ശ്രീലങ്ക. അനാസ്ട്രസോൾ ഗുളിക സ്തനാർബുദം തടയുന്നതിനുള്ള പ്രതിരോധ മരുന്നായി ഉപയോഗിക്കാൻ അനുമതി നൽകിയ രാജ്യമേതാണ്? ബ്രിട്ടൻ. 7 മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കിയിട്ടുള്ള മിഷൻ റെയിൻബോ 2024 എന്ന പേരിൽ 100 ദിനത്തെ കർമ്മ പരിപാടി നടപ്പാക്കുന്ന ബാങ്ക് ഏതാണ്? കേരള ബാങ്ക്. PS ശ്രീധരൻ പിള്ളയുടെ 200-ാം പുസ്തകം ഏതാണ്? വാമന വൃക്ഷകല. ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ടൈംഡ് ഔട്ടിലൂടെ പുറത്തായ ശ്രീലങ്കൻ താരം ആരാണ്? ഏഞ്ചലോ മാത്യൂസ്. ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ണാടി പ്രതിഷ്ഠാശില്പം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കനകക്കുന്ന്. ശില്പി ആരാണ്? ഉണ്ണി കാനായി. ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറികൾ തികച്ച ആദ്യ താരം വിരാട് കോഹ്ലി. 2023 ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയ കേരളത്തിലെ ജില്ല ഏതാണ്? എറണാകുളം. ശിശുദിനം ആഘോഷിച്ചു വരുന്ന ദിവസം ഏതാണ്? നവംബർ 14. ഇന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരം എവിടെയാണ്? കോഴിക്കോട്. ഈ വർഷത്തെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ വിജയിയായ ജില്ല? തൃശ്ശൂർ. ലോക പ്രമേഹ ദിനം 2023 തീം തന്നിട്ടുണ്ട്. ഏത് ദിവസമാണെന്നും. 2023 തീം ആക്സസ് ടു ഡയബറ്റിസ് കെയർ ആൻഡ് ലോക പ്രമേഹ ദിനം എന്നാണ്? നവംബർ 14. ശിശുദിനവും നവംബർ 14. സോ ഓർത്തു വയ്ക്കാൻ എളുപ്പമുണ്ടല്ലേ? കേരളത്തിൽ ആദ്യമായി ഹെലി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് കൊച്ചിയിലാണ്. സീ ഗാർഡിയൻസ് 3 എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ്? ചൈനയും പാകിസ്ഥാനും. 2023 നവംബറിൽ ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം ഏതാണ്? നേപ്പാൾ. 2023 നവംബറിൽ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വൈറസിൻ്റെ പുതിയ വകഭേദം ഏതാണ്? HV1. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രോഗനിർണയം നടത്താൻ മലയാളി സ്റ്റാർട്ടപ്പായ വേഴ്സിക്കിൾ ടെക്നോളജീസ് വികസിപ്പിച്ച ഡിജിറ്റൽ ഹെൽത്ത് കിയോസ്ക് ഏതാണ്? പ്രോഗ്നോസിസ്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഈ ഒരു ക്വസ്റ്റ്യൻ, ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിക്കുന്ന 5ാമത് ഹഡിൽ ഗ്ലോബൽ ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരം. 2023 നവംബറിൽ ഏകീകൃത സിവിൽ കോഡ് സ്വീകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരാഖണ്ഡ്. 2023 നവംബറിൽ 250 ദശലക്ഷം വർഷം പഴക്കമുള്ള ജീവിയുടെ ഫോസിൽ കണ്ടെത്തി ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലൊക്കെ അറിവ് നിങ്ങൾ നേടുന്നുണ്ടെന്നൊക്കെയാണ് ഈ ഒരു GK കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിലൂടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. സോ ഭയങ്കര കോംപ്ലക്സ് ആയി ഇപ്പോൾ പ്രോഗ്നോസിസ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. പക്ഷേ ഈ കോവിഡിൻ്റെ വകഭേദം, ഈ ഒരു ഫോസിൽ കണ്ടുപിടിച്ചത്, പിന്നെ നേരത്തെ നമ്മൾ നോക്കിയ പല ക്വസ്റ്റ്യൻസും, അതായത് ഇനി നടക്കാൻ പോകുന്ന വേൾഡ് കപ്പ് എവിടെ വെച്ചിട്ടാണ്, ആൻഡ് PS ശ്രീധരൻ പിള്ളയുടെ 200-ാമത്തെ പുസ്തകം, പല അവാർഡുകൾ, അതെല്ലാം നിങ്ങൾ എന്തായാലും നോക്കി വയ്ക്കണം കേട്ടോ. നമുക്ക് നോക്കാം. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഏതാണ്? അടൽ സേതു. നീളം 22 കിലോമീറ്റർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയാൻ മിഷൻ്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായതാരാണ്? UV ജോസ്. 2024 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം? ഒഡീഷ. സാഹിത്യ അക്കാദമി സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്ന സ്ഥലം? തൃശ്ശൂർ. UAEയുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരി ആരാണ്? സുൽത്താൻ അൽ നയാദി. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മേഘമല വെള്ളിവരയൻ ഏത് ജീവിവർഗത്തിൽ ഉൾപ്പെടുന്നതാണ്? ചിത്രശലഭം. 2024 മികച്ച റിപ്പബ്ലിക് ദിന ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം? ഒഡീഷ. സംസ്ഥാനത്ത് കേരളത്തിൽ ആദ്യമായി വനം വകുപ്പ് നിർമ്മിക്കുന്ന തുളസി വനം എവിടെയാണ്? കോന്നി. 16ാം ബഷീർ അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ E. സന്തോഷ് കുമാർ. 2023 ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ മാലിദ്വീപ് സന്ദർശിച്ച രാജ്യം? ഇന്ത്യ. 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? കഥകളി. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതൊരു ക്വിക്ക് വീഡിയോ ആയിരുന്നു. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നോക്കി. നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് കാണുക, കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക, 1-2 തവണ കേൾക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കുക, ഒന്ന് വായിച്ച് പോസ് ചെയ്ത് വായിച്ചു പോവുക, എൻ്റെ ഓഡിയോ കൂടെ കേൾക്കുക. നമ്മളൊരു കാര്യം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് രജിസ്റ്റർ ആവും. സോ എന്ത് ചെയ്യുക? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കേട്ടിട്ട് എൻ്റെ കൂടെ ആൻസേഴ്സ് പറഞ്ഞു നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. LSS എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ക്വിസ് ക്വസ്റ്റ്യൻസ് ഞാൻ വരും വീഡിയോസിൽ ചെയ്യാം. So don't forget to like, share, comment and all. So see you in another video. Take care guys. Bye.